കറി പൂജന്റെ ചിക്കൻ എല്ലാരും വന്നിട്ടുണ്ട്. ആരെ ബീഫ് എടുത്തിട്ടുണ്ട്? ആരെ ബീഫ് എടുത്തിന്? നിന്റെ അച്ഛനല്ലേ? എന്നാ സവി പിന്നെ ചില്ലറ പരിപാടീസ് ഉണ്ട്. ചെറിയ ഇന്ന് കളിയാടത്തിന് 3 ദിവസമാണ്. ഒരു 10-70 ആളെ പരിപാടി ഇന്ന് വീട്ടിലുണ്ട്. പരിപാടി പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ വരും. അതിൻ്റെ ഭാഗമായി കുറച്ച് പ്ലേറ്റ് കാര്യങ്ങളെല്ലാം വാങ്ങിക്കണം. പിന്നെ ഈ ഒരു പാർസൽ ഒന്ന് റിട്ടേൺ അയക്കണം. അപ്പൊ ഡെയിലി വ്ളോഗ് എത്രാമത്തെയാണ്? 6. ഡെയിലി വ്ളോഗിൽ ഇതാ കുറച്ച് കുട്ടിപ്പട്ടകളുണ്ട്. എന്നാ പറയുന്നുണ്ടാ? ഒന്നും പറയുന്നില്ലേ? എല്ലാരും നേരത്തെ ഇപ്പൊ കളിയാട്ടത്തിന് 3 ദിവസം വരലില്ലേ? കളിയാട്ടത്തിന് 3 ദിവസം ഇപ്പൊ ദുബായിക്കാരൻ എത്തിയിട്ടുണ്ട്. ചോക്ലേറ്റും കൊണ്ട് കൊടുത്ത് ചോക്ലേറ്റ്. താങ്ക് യു. ഇത് ഞാൻ പണ്ടേ കഴിക്കാൻ വീഡിയോ ആണെന്നല്ലാണ്ട് കഴിക്കാൻ ഇപ്പൊ പറ്റുന്നു. ഞാനൊരു ഇതെടുത്ത് തോന്നുക നൈസ് സാധനം. ഇത്ര ഉത്സവം ഇപ്പോഴേ വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് അതിൽ കയറിയതായിരുന്നു. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കണ്ടോത്ത്. നമ്മളെ പശുവിന് കൊടുക്കാൻ പുല്ല് വേണം. ബിരിയാണി പ്രിപ്പറേഷൻ നമ്മളെ ഈലോടത്തെ ഫേമസ് വ്ളോഗർ എത്തിയിട്ടുണ്ട്. പറയാനുണ്ടോ നിങ്ങൾക്ക്? സരീഷ് ഒരു ചവിട്ട് കൊടുക്ക്. ഒന്നും പറയണ്ട. ഇവരെ അങ്ങനത്തെ ഓണം ഇതാ പ്രണവാദം മൊത്തം സെർവ് ചെയ്യുന്നത്. സരീഷ വേഗം ഇരിക്കും, ചിരിക്കണ്ട. സബി എപ്പോഴും ഫസ്റ്റ് സബീന്റെ മോനെ എന്താ പറയണ്ടേ? ചങ്ങായി ഓളയിലും കൂടിയിട്ട് ഫുഡില് സരീഷിന് ആരുമില്ല. നിന്റെ ഓളയിൽ ഇരിക്കാൻ പോയി ഇരിക്ക്. പ്ലേറ്റ് വേണോ? വേണ്ടേ? അങ്ങനെ വളർന്ന് തിരിച്ചൊന്ന് ഫാസ്റ്റ് ആക്കുവാ. ഇത് സ്ലോ ആണ്. എല്ല് മാത്രം ഉണ്ട് ഇങ്ങനെ പണിയെടുക്കുന്നത്. ഞാനിരിക്കാൻ ബിരിയാണി ഇട്ടത്തെ സബിക്ക എല്ലാരും ഫുഡ് കഴിക്കാനിരുന്നു. ഇനിയിപ്പോ ഞാൻ ഇല്ല മാത്രമേ ഫുഡ് കഴിക്കാണ്ടില്ലു. കാരണം നമ്മ രണ്ടാളും സിംഗിൾ വേണ്ട നമ്മ. അപ്പൊ ഇതെല്ലാരും ഫുഡ് കഴിക്കുന്നു. ഞാൻ ഇല്ലും മാത്രം ഇതുവരെയായിട്ട് കഴിക്കാൻ നോക്കണത്രേ. ഫുഡൊക്കെ എടുത്ത ബിരിയാണി ഒക്കെ തന്നെയാ. ബിരിയാണി ഞാൻ ആക്കിന്. പറഞ്ഞെങ്കിലും കളിയാട്ടായതുകൊണ്ട് തന്നെ ഇന്നത്തെ ഫുഡ് വീട്ടുന്നതാണ്. ഇന്നലെ രണിലിന്റെ വകയായിരുന്നു, മിനിയാത്ത സബീന്റെ വകയായിരുന്നു. ഇപ്പൊ ഇതായിരുന്നു എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം കഴിയാറായി. പിന്നെ ഇതിന് ശേഷം അത് വേണ്ട. നിന്റെ ഓക്ക് കൊടുക്കൂ. ഓക്ക് വേണ്ട. അടുത്ത് ആരെ ബീഫ് എടുത്തിട്ടുണ്ട്? ആരെ ബീഫ് എടുത്തിന്? നിന്റെ അച്ഛനല്ലേ? എന്നാ സവി ഫിഷ് ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, അതേപോലെ തന്നെ നല്ല ബീഫ് ചില്ലി ഉണ്ട്, പിന്നെ നമ്മളെ സ്വന്തം ബിരിയാണി കറി ഉണ്ട്, പിന്നെ ചപ്പാത്തി ഉണ്ട്, ചൂർമയുണ്ട്. ഒന്നും പറയല്ലേ? എന്തെങ്കിലും പറ. നിന്റെ കല്യാണം ഉറപ്പിച്ചാ? നിങ്ങൾക്ക് കേട്ടിട്ടുള്ള ഹലോ ഓക്കെ. അപ്പൊ നീ ഇടക്കല്ലേ ഏതോ ചെക്കനെ ഇതാക്കി പറഞ്ഞേ സെറ്റായി തേച്ചാ ഇപ്പളെ അതാ നല്ലത്. കീശയിൽ എന്നാ ചിക്കൻ പീസ് അല്ലേ? സത്യം പറ.
ചെറിയ പീസ് അത്രയും വേണം. ചിക്കൻ ചിക്കൻ കറി ഉണ്ടോ? ഫ്രൈ ആണില്ലല്ലേ? ഫ്രൈ എടുത്തിട്ടുണ്ട്. ഫ്രൈ ഫ്രൈ എടുത്തു. നല്ല റിവ്യൂ പോയി അല്ല ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഗൈസ്. ചപ്പാത്തി രണ്ടു കൊടുക്കണം. നടന്നോറുണ്ടല്ലേ തിന്നാൻ പറ്റില്ല അല്ല ഇതെല്ലാം എടുത്തോ. ഹായ് ഹായ്, ഇതൊക്കെയാ ചിക്കൻ മണക്ക്. ആ കറി മതി. മുടിയെല്ലാം എത്ര സെറ്റ് ആയത് മതി. ആകെ 5 ആള് പിന്നെന്താ? സോറി, എയിലോടത്തെ ഏറ്റവും വലിയ ബ്ലോഗർമാരാണേ. അനു അതേപോലെ മംഗലാപുരത്ത് കാണാൻ വന്നയാ. ഓ അങ്ങനെ. അപ്പോ എത്ര നല്ല ദിവസം നേരെ ആരൊക്കെ പോയി? ഞാൻ വന്നില്ല വയോഗില്. പിന്നില്ലേ നമ്മൾക്ക് രണ്ടാക്കും കൂടിയിട്ട് 2 യൂട്യൂബ് ചാനലുണ്ട്. ഒന്ന് വിവി ക്രിയേഷനും ഒന്ന് ഫണ്ണി കപ്പിളും. നിങ്ങൾ എല്ലാരും യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്തിട്ട് ഫോളോ ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അല്ലാതെ ഇവിടെ ഒന്നും ചർച്ച നടക്കുന്നുണ്ട്. എന്നാ നോക്കിട്ട് വരാം. എന്നാ സിമു എന്റെ ചെരുപ്പ് മാറട്ടാ. അയ്യോ എന്റെ 6 പാക്കിന് എന്നാ രണ്ടാളും തള്ളുന്നു. ഹരി നീ ഞാൻ വീഡിയോ എടുക്കുന്നതിന് ഓർമ്മയുണ്ടോ? ഹായ് പറയ്. ഇന്നെന്താ കരയുന്നില്ല? അപ്പൊ ഫുഡ് കഴിക്കുന്ന ടൈമേ ഇവളുടെ അടുത്ത് വന്നോളൂ, അല്ലെങ്കിൽ ഇവള് കരയും. അപ്പൊ അമ്മ ഫുള്ള് ഉണ്ടായത് ഇതാ ഇത്ര ആക്കി. വെച്ചാല് സരീഷ് മാസം തീർക്കും. നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ട ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൽ ഫുള്ള് ഉണ്ടായിന്. ഇതിപ്പോ വീഡിയോ ഓരോ ഷോട്ട് ഉണ്ട്, ഓരോ പോർഷൻ കഴിയുന്നത് എന്റെ അടുത്തുണ്ട്. അതിലെല്ലാം നീ എന്റെ ഫാൻസി നമ്പർ 5726. എടാ എന്നാ പരിപാടി? ലൈൻ കുറഞ്ഞേക്ക് ഇനി 2.5. അപ്പൊ ഇവിടെ എന്തോ ചർച്ച എല്ലാം ഉണ്ട്, അവിടെ നടക്കട്ടെ. നമുക്ക് നേരെ ഫുഡ് സെക്ഷനിലേക്ക് പോവാം. ആലോചിക്കുന്ന രണ്ടാളും എന്തോ ഉണ്ടാക്കിയാന്ന്. അപ്പൊ എന്തായാലും ഫ്ലോപ്പ്. 1 മിനിറ്റ് അല്ല, നിങ്ങൾ റീടേക്ക് എടുത്തിട്ട് 1 ദിവസം തരും. കുറേ ആയിട്ട് കിട്ടണം എന്ന് വെച്ച് പൊന്നിച്ച് വെച്ച വാച്ച് ഇന്ന് ഞാൻ ശ്രദ്ധിക്കുകയാണ് ഗൈസ്. ടാഗ് പോലും പൊളിച്ചിട്ടില്ല. ഞാൻ അറക്കലേക്ക് പോയതാണ്. എത്രാമത്തെയാണ്? നിങ്ങൾ ബീഫ് വയ്ക്കലുണ്ടാ? പിന്നെ അന്ന് അതൊന്നും ഒരു കുഴപ്പമില്ല. 1 അവർ നമ്മളെ വീഡിയോ കാണാൻ ആൾക്കാരുണ്ട്, 10 ആള്. മംഗലാപുരത്ത് ഏതൊക്കെ പിള്ളേരെ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിത്താ. ഓക്കെ സെറ്റ്. അപ്പുറം 5ാം വയസ്സ് വരെ പഠിച്ചതില് ഏറ്റവും സുന്ദരിയും ആള് പറയണമെന്ന് പറഞ്ഞിട്ട് പറയിപ്പിച്ച ഇതാള്. 3ാമത്തെ ദിവസമായി. അപ്പൊ ഇത് അതിന്റെ ഇടക്കുന്ന് നമ്മളെ സുബിനെ കിട്ടിയിട്ടുണ്ട്. കോളേജിലെ കണ്ണിലുണ്ണിയും ഞാൻ എല്ലാം പറഞ്ഞു കേട്ടാ. സരീഷ് പറഞ്ഞു ഏകദേശം അരക്കാലത്താനായി. നമുക്ക് കയ്യിലേക്ക് കിട്ടും. ഏതാ ഭാഗത്ത് അറിയില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിട്ട് വേറെ സ്മോക്ക് ഇട്ടി കാഴ്ചയിടയ്ക്ക് ഇങ്ങനെ
പപ്പടം പോലെ ആയാലും ഇപ്പൊ എല്ലാ ദിവസവും അതെ ആ അതായിരിക്കും ഓൾക്ക് പറയാം ഓളെ നാളെ പറഞ്ഞേക്കലേ കൂടി കൂടി ഇന്നത്തെ 4ാമത്തെ ക്യാമ്പ് ഞാൻ 2ാമത്തെ ഇന്ന് ടൈം പറയുമല്ലോ അല്ല ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു മണ്ടത്തരം പറയുന്നുണ്ട് എന്റെ വെച്ച് കുടിക്കാതെ പൈനാപ്പിള് പൈനാപ്പിൾ ഉണ്ട്, ഇഞ്ചി ഉണ്ട്, നാരങ്ങ ഉണ്ട്, പുതിന ഇലയുണ്ട്, നാരങ്ങ ചീഞ്ഞ നാരങ്ങ കേട്ടോ. അപ്പം ഡേ 3-ലത്തെ ഉത്സവം കഴിഞ്ഞു, കാഴ്ച കഴിഞ്ഞു. വെടിക്കെട്ടില്ലാത്തതുകൊണ്ട് നമ്മ ഇത് വെറുതെ ഇവിടെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ പോകണം. എന്ത് വെടിക്കെട്ടില്ല കണ്ടോ ഏറ്റവും ലോക്കൽ വെടിക്കെട്ടുണ്ടാവും. ചിലക്കല്ല നീ